കതക് തുറന്നപ്പോൾ ഡാർവിൻ എന്നു പേരുള്ള ഒരാളായിരുന്നു അത്. അയാളൊരു ഹൈപ്പർ ആക്ടിവിറ്റി നിറഞ്ഞ ആളായിരുന്നു. സൗത്ത് ഹാമൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കണ്ടതിനെ തുടർന്നാണ് അയാൾ അങ്ങോട്ടേക്ക് അഡ്മിഷൻ എടുത്തത്. എന്നാൽ ബിക്ക് അത് വിശ്വസിക്കാനായില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അഡ്മിഷൻ നടക്കുന്നില്ല എന്ന് ബി പറയുന്നു. പെട്ടെന്ന് ഡാർവിൻ ആ കതക് വലിച്ചു തുറന്ന ശേഷം തന്റെ പുറകിലുള്ള ധാരാളം കുട്ടികളെ കാണിക്കുന്നു. ഇവരെല്ലാം ഇവിടെ അഡ്മിഷൻ എടുത്ത് വന്നവരാണെന്ന് ഡാർവിൻ പറയുന്നു. പെട്ടെന്ന് ബിക്ക് ഇത് വിശ്വസിക്കാനായില്ല. ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ബി ആലോചിച്ചു. ബിയും സുഹൃത്തുക്കളും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അവർ ആലോചിക്കുന്നു. ബി ഉടൻ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ഷ്രൈഡറിനെ തപ്പി ഹാർമൺ കോളേജിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബി മോണിക്കയെ വീണ്ടും കാണുന്നു. അവിടെ വെച്ച് മോണിക്കയും ആംബ്രോസും ഡേറ്റിംഗിലാണെന്ന് ബിക്ക് മനസ്സിലായി. ഉടൻ തന്നെ ബി ഷ്രൈഡറിനെ കണ്ടെത്തുന്നു. ഷ്രൈഡറിനോട് താൻ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് ബി പറയുന്നു. ഉടൻ തന്നെ സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ഷ്രൈഡർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ബിയോട് ചോദിക്കുന്നു. താൻ പറഞ്ഞത് ഒരു ഫംഗ്ഷണൽ അല്ലാത്ത ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാനാണെന്ന് ബി പറയുന്നു. എന്നാൽ ബിയുടെ അച്ഛൻ ഒരു വിഡ്ഢിയല്ല എന്നും അദ്ദേഹത്തെ പറ്റിക്കണമെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നും ഷ്രൈഡർ പറയുന്നു. ഷ്രൈഡർ ഇങ്ങനെ ചെയ്തതിനാലാണ് ഇത്രയും കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തത്. ഇങ്ങനെ വന്ന കുട്ടികളെല്ലാം അവരുടെ ആദ്യ സെമസ്റ്റർ ഫീസായ $10,000 അടച്ചിരുന്നു. ബിയും കൂട്ടുകാരും ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അവസാനം അവർ ഇതെല്ലാം തുറന്നു പറഞ്ഞ ശേഷം അവരെ വീടുകളിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ തന്റെ അതേ അവസ്ഥ തന്നെയാണ് അവർക്കുമെന്ന് ബി മനസ്സിലാക്കുന്നു. വേറെ ഒരു കോളേജിലും അഡ്മിഷൻ ലഭിക്കാത്തവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ബിക്ക് അവരെ മടക്കി അയക്കാൻ തോന്നിയില്ല. അവരെയെല്ലാം സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബി. ഇത് കേട്ടതും അവർക്ക് വളരെയധികം സന്തോഷമായി. എന്നാൽ ബിയുടെ ഈ പ്രവൃത്തി കണ്ട് ബിയുടെ സുഹൃത്തുക്കൾ ബിയെ ശകാരിക്കുന്നു. എന്നാൽ ബിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. പിറ്റേന്ന് ഒരു കോളേജ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നറിയാൻ ഹാർമൺ കോളേജിലേക്ക് ബി ചെല്ലുന്നു. അവിടുത്തെ പഠന നിലവാരവും കുട്ടികളുടെ അവസ്ഥയുമെല്ലാം ബി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അവർ പഠനത്തെ വളരെ ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. പഠനമൊഴിച്ച് വേറൊരു കാര്യത്തിലും ഏർപ്പെടാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ അവസ്ഥ തന്റെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്കുണ്ടാകരുതെന്ന് ബി ആഗ്രഹിച്ചു. ഹാർമൺ കോളേജിലെ അവസ്ഥ ബെന്നുമായി സംസാരിക്കുന്നു ബി. ഈ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെയധികം മോശമാണെന്ന് ബെൻ പറയുന്നു. എന്തെന്ന് വെച്ചാൽ കോളേജ് ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്നുള്ള കാര്യം ആളുകൾ മറക്കുന്നു. അതായത് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം പണം നൽകിയാണ് പഠിക്കുന്നത്. അവർ പണം നൽകുന്നത് ഒരു കോളേജ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. എന്നാൽ കോളേജുകാർക്ക് അത് നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെയധികം മോശമാണെന്ന് ബെൻ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സൗത്ത് ഹാമിലെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകരുതെന്ന് ബി ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ ബി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ബി ആദ്യം തന്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ തേടുന്നു. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമായിരുന്നു അതിന്. ഗ്ലെന്നിന് ഫുഡുകളോടായിരുന്നു താല്പര്യം. അതിനാൽ തന്നെ കൾനറി ആർട്സിന് തലവനായി ഗ്ലെന്നിനെ ബി നിയമിക്കുന്നു. സമ്മർ ക്യാമ്പിൽ ഒരു ക്രാഫ്റ്റ് കോമ്പറ്റീഷനിൽ ഹാൻസ് വിജയിച്ചിരുന്നു. വുഡ് കാർവിംഗിനായിരുന്നു ഹാൻസിനെന്ന് സമ്മാനം ലഭിച്ചിരുന്നത്. വുഡ് കാർവിംഗ്, സ്കൾപ്റ്റിംഗ് അതെല്ലാം പഠിപ്പിക്കുന്നതിനായി ഹാൻസിനെ നിയമിക്കുന്നു ബി. അതിനുശേഷം കോളേജിലെ കുട്ടികളോട് അഭിപ്രായം തേടുന്നു ബി. പലർക്കും പല രീതിയിലുള്ള താല്പര്യമായിരുന്നു. അതായത് ഫുഡിനോട്, ഡ്രസ്സിനോട്, പാട്ടിനോട്, അങ്ങനെ പലതിലും.